നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അതിന്റെ താളുകളിൽ മനോഹരമായ ഒരു വാഗ്ദാനമുണ്ടല്ലേ? എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശങ്ങൾ. പക്ഷെ ഒരു ചോദ്യമുണ്ട്, യാഥാർത്ഥ്യം ശരിക്കും അതാണോ? അപ്പോൾ ഈ വാഗ്ദാനവും നമ്മുടെ രാജ്യത്തെ ഒരുപാട് പേർ അനുഭവിക്കുന്ന ജീവിതവും തമ്മിലുള്ള ആ വലിയ വിടവുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ശരി, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഇതാണ് ഈ ഒരു ചർച്ചയുടെ കാതലെന്ന് പറയുന്നത്. നോക്കൂ, ഒരു വശത്ത് നമ്മുടെ ഭരണഘടന ലോകം മുഴുവൻ അംഗീകരിക്കുന്ന സമത്വവും നീതിയുമൊക്കെ ഉറപ്പു നൽകുന്ന ഒന്ന്. പക്ഷേ മറുവശത്തോ ആ അവകാശങ്ങളൊക്കെ ഒരു സ്വപ്നം മാത്രമായിട്ട് കാണുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. ഈ ഒരു വൈരുദ്ധ്യം, ഇതാണ് നമ്മളിന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, ഈ വിടവ് ഇതേറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആരായിരിക്കും? ശരി, നമുക്ക് ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ചില സമൂഹങ്ങളുടെ ജീവിതത്തിലേക്ക്, അവരുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്ന് നോക്കാം. തുടങ്ങാൻ നമുക്ക് ദളിത് എന്ന വാക്കെന്താണെന്ന് നോക്കാം. ഇത് മറാഠിയിൽ നിന്നുള്ളൊരു വാക്കാണ്. അർത്ഥമെന്താണെന്നോ? തകർക്കപ്പെട്ടവർ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവർ. നൂറ്റാണ്ടുകളോളം നമ്മുടെ ജാതി വ്യവസ്ഥയുടെ ക്രൂരതകൾ അനുഭവിച്ച ഒരു വലിയ ജനവിഭാഗത്തെയാണ് ഈ ഒരൊറ്റ വാക്ക് പ്രതിനിധീകരിക്കുന്നത്. ഈ കണക്കിലേക്കൊന്ന് നോക്കിക്കേ, 16.48%. ഇത് വെറുമൊരു നമ്പറല്ല, ഇന്ത്യയിലെ ജനസംഖ്യയുടെ 16% കൂടുതൽ വരുമിത്. അതായത് കോടിക്കണക്കിന് മനുഷ്യർ. അപ്പം നമ്മൾ സംസാരിക്കുന്നത് ഒരു ചെറിയ ഗ്രൂപ്പിന്റെ പ്രശ്നത്തെക്കുറിച്ചല്ല, രാജ്യത്തെ തന്നെ വളരെ വലിയൊരു വിഭാഗം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. ഇനി ദളിതരെ പോലെ തന്നെ ഒരുപാട് അവഗണന നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗമാണ് ആദിവാസികൾ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ആദിമ നിവാസികൾ, ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഗോത്രസമൂഹങ്ങൾ. ഏകദേശം 6 കോടിയോളം വരും ഇവരുടെ ജനസംഖ്യ. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന ആശയം ശരിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്: തൊട്ടുകൂടായ്മ. എന്താണിത് സംഭവം? ഒന്നുമില്ല, ഒരാളൊരു പ്രത്യേക ജാതിയിൽ ജനിച്ചുപോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവർക്ക് സമൂഹത്തിൽ പല വിലക്കുകളും ഏർപ്പെടുത്തുന്നു. ഇതൊരു ദുരാചാരമാണ്. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 പ്രകാരം ഇത് പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. പതിറ്റാണ്ടുകളായി, എന്നിട്ടും ഇന്നും പലയിടത്തും പല രൂപത്തിൽ ഇത് നിലനിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ ട്രാജഡി. അപ്പോൾ ഇവർ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇത് വെറും വിവേചനമെന്ന് പറഞ്ഞ് നമുക്ക് നിസ്സാരമാക്കാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. പൊതുകിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ പാടില്ല, ഒരേ വഴി നടക്കാൻ പാടില്ല, ഒരേ സ്കൂളിൽ പഠിക്കാൻ പാടില്ല. അതാണ് സാമൂഹിക ബഹിഷ്കരണം. പിന്നെ തലമുറകളെ കടത്തിൽ മുക്കുന്ന അടിമപ്പണി, പോലീസിന്റെയും മറ്റു ഉയർന്ന വിഭാഗങ്ങളുടെയും കയ്യിൽ നിന്നുള്ള ക്രൂരമായ അതിക്രമങ്ങൾ, വികസനം വരുമ്പോൾ സ്വന്തം മണ്ണിൽ നിന്നിറക്കിവിടുന്നത്, തിരഞ്ഞെടുപ്പിൽ പേരിനൊരു വോട്ടവകാശം, കസ്റ്റഡി മരണങ്ങൾ, ബലാത്സംഗം. സത്യം പറഞ്ഞാൽ ഈ ലിസ്റ്റ് ഇവിടെ തീരുന്നില്ല, ഇതിങ്ങനെ നീണ്ടുപോവുകയാണ്. ഇനി നമുക്ക് ഈ സമൂഹങ്ങളിലെ സ്ത്രീകളുടെ കാര്യമെടുക്കാം. അവരുടെ അവസ്ഥ ഇതിലും കോംപ്ലിക്കേറ്റഡാണ്. കാരണമെന്താണെന്നോ? അവർ ഒരേ സമയം 3 തരം വിവേചനങ്ങളെയാണ് നേരിടുന്നത്. 1, അവരുടെ ജാതി. 2, അവരുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ. 3, അവരൊരു സ്ത്രീയാണ് എന്നുള്ളത്. അപ്പോൾ ഈയൊരു ട്രിപ്പിൾ ബർഡൻ, അല്ലെങ്കിൽ 3 ഇരട്ടി ഭാരം, അവരുടെ പോരാട്ടങ്ങളെ എത്രത്തോളം കഠിനമാക്കുന്നുണ്ടാകും? പക്ഷേ ഈ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ദളിതരുടെയും ആദിവാസികളുടെയും മാത്രം കഥയാണെന്ന് കരുതരുത്. മതന്യൂനപക്ഷങ്ങൾ, അവർ പലപ്പോഴും വർഗീയതയും സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്നുള്ള പക്ഷപാതവും നേരിടുന്നുണ്ട്. സ്ത്രീകളോ, സ്ത്രീധനത്തിന്റെ പേരിലുള്ള മരണങ്ങൾ, ഗാർഹിക പീഡനം, അങ്ങനെ പലതും. നമ്മളെ കുട്ടികളുടെ കാര്യം നോക്കിയാൽ ബാലവേലയും പലതരം ദുരുപയോഗങ്ങളും. അപ്പോൾ ഇത് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ ഒരു വലിയ ചിത്രം തന്നെയാണ് നമുക്ക് മുന്നിൽ തുറന്നുവെക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ട് ആകെ നിരാശ തോന്നുന്നുണ്ടാവും അല്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, എവിടെയൊക്കെ അടിച്ചമർത്തലുണ്ടോ അവിടെയെല്ലാം അതിനെതിരെ ചെറുത്തുനിൽപ്പുകളുമുണ്ടാവും. അപ്പോൾ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന, മാറ്റത്തിനു വേണ്ടി പോരാടുന്ന ഈ സിവിൽ സമൂഹ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. ഇന്ത്യയിലെ ഈ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് ഒരുപാട് കാലത്തെ ചരിത്രമുണ്ട്, നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നമ്മൾ 1800കളിലേക്ക് പോയാൽ രാജാ റാം മോഹൻ റോയിയെ പോലുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ തുടങ്ങിവെച്ചൊരു യാത്ര കാണാം. അത് പിന്നെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സിവിൽ ലിബർട്ടീസ് യൂണിയനായി. പിന്നീട് അടിയന്തരാവസ്ഥയുടെ അക്കറുത്ത നാളുകളിൽ അതിനെതിരെ PUCL പോലുള്ള സംഘടനകൾ വന്നു. ഇതിൻ്റെയൊക്കെ ഇടയിൽ തികച്ചും വ്യത്യസ്തമായൊരു സമരമുഖം കൂടി തുറക്കപ്പെട്ടു. അതാണ് ചിപ്കോ പ്രസ്ഥാനം. നമുക്ക് PUCLനെ പറ്റി കുറച്ചുകൂടി നോക്കാം. ഇത് രൂപം കൊള്ളുന്നത് 1976ലാണ്. ഓർക്കണം, അത് അടിയന്തരാവസ്ഥയുടെ സമയമാണ്. അതിനോടുള്ളൊരു പ്രതികരണമായിട്ടാണ് ജയപ്രകാശ് നാരായണൻ ഇതിന് രൂപം കൊടുക്കുന്നത്. അവരുടെ പ്രവർത്തന രീതികളാണ് ശരിക്കും ഇൻട്രസ്റ്റിംഗ്. വെറുതെ സർക്കാരിനെ വിമർശിച്ചിരിക്കുകയല്ല, മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നാൽ സ്വയം പോയി അന്വേഷിക്കും, കോടതികളിൽ പൊതുതാൽപര്യ ഹർജികൾ കൊടുക്കും,
പിന്നെ കലാപങ്ങളെയും അതിക്രമങ്ങളെയും കുറിച്ച് വിശദമായ റിപ്പോർട്ടുകളുണ്ടാക്കി ജനങ്ങളെ മുന്നിൽ വെക്കും. അങ്ങനെ ഈ പൗരാവകാശ സമരങ്ങളുടെ കൂടെ തന്നെ ഇന്ത്യയിൽ മറ്റൊരു ശക്തമായ മുന്നേറ്റം കൂടി വളർന്നു വരുന്നുണ്ടായിരുന്നു. അതാണ് പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങൾ. ഇത് വെറുതെ മരങ്ങളെയും പുഴകളെയും സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സമരമായിരുന്നില്ല. കാരണം നമ്മൾ നേരത്തെ സംസാരിച്ച പാർശ്വവൽക്കരിക്കപ്പെട്ട കോടിക്കണക്കിന് ആളുകളുണ്ടല്ലോ, അവർക്ക് പ്രകൃതി എന്ന് പറയുന്നത് അവരുടെ വീടാണ്, അവരുടെ ജീവിതമാർഗമാണ്. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ ജീവിതം തന്നെ സംരക്ഷിക്കുക എന്നായിരുന്നു. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ കഥ ശരിക്കും രസകരമാണ്. എത്ര സിമ്പിൾ, എന്നാൽ എത്ര പവർഫുൾ ആയിരുന്നു ആ തന്ത്രമെന്ന് നോക്കൂ. സംഭവം ഇതാണ്: സർക്കാർ ഒരു സ്പോർട്സ് കമ്പനിക്ക് കുറേ മരം മുറിക്കാൻ പെർമിഷൻ കൊടുത്തു. അപ്പോൾ ആ കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഗ്രാമവാസികൾ, അതിൽ തന്നെ കൂടുതലും സ്ത്രീകൾ, ഇതിനെ എതിർത്തു. അവരെന്ത് ചെയ്തുവെന്നറിയാമോ? മരം വെട്ടാൻ വന്ന ആളുകൾക്ക് മുന്നിൽ അവരാ മരങ്ങളെ കെട്ടിപ്പിടിച്ചു നിന്നു, ഒരു മനുഷ്യ കവചം പോലെ. ഈയൊരു അഹിംസാ സമരം ഹിമാലയത്തിൽ മുഴുവൻ പടർന്നു. അവസാനം സർക്കാരിന് അവരുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. ഈയൊരു പ്രസ്ഥാനത്തിന്റെ ആത്മാവ് എന്താണെന്ന് ഒറ്റ വാചകത്തിൽ മനസ്സിലാക്കാം. അതിന് നേതാവായ സുന്ദർലാൽ ബഹുഗുണ പറഞ്ഞൊരു കാര്യമുണ്ട്: പരിസ്ഥിതിയാണ് ശാശ്വതമായ സമ്പദ്വ്യവസ്ഥ. എന്തൊരർത്ഥവത്തായ വാക്കുകളാണല്ലേ! പ്രകൃതിയെ നശിപ്പിച്ചിട്ടുണ്ടാക്കുന്ന ഒരു എക്കണോമിക്കും ശരിക്കും നിലനിൽത്തില്ല എന്ന വലിയൊരു സത്യമാണ് അദ്ദേഹം ആ ഒരൊറ്റ വാചകത്തിലൂടെ പറഞ്ഞത്. അപ്പോൾ ചിപ്കോ എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമായിരുന്നു, ഒരു തീപ്പൊരി. അത് ഇന്ത്യയിലെ ഉടനീളം ഒരു വലിയ ഗ്രീൻ ആക്ടിവിസത്തിന്റെ തരംഗത്തിന് തന്നെ കാരണമായി. നമ്മൾ കേട്ടിട്ടില്ലേ, നർമ്മദ നദിയിലെ വലിയ ഡാമുകൾക്കെതിരെയുള്ള നർമ്മദാ ബച്ചാവോ ആന്തോളൻ, നമ്മുടെ സ്വന്തം കേരളത്തിൽ ഒരു മഴക്കാടിനെ രക്ഷിച്ച സൈലന്റ് വാലി സമരം, പിന്നെ കർണാടകയിലെ അപ്പിക്കോ പ്രസ്ഥാനം, നമ്മുടെ നാടൻ വിത്തുകളെ സംരക്ഷിക്കാനുള്ള ബീജ് ബച്ചാവോ ആന്തോളൻ. ഇവയെല്ലാം ആ ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. അപ്പോൾ ഇങ്ങനെ ചെറുത്തുനിൽപ്പിന്റെയും വിജയങ്ങളുടെയും ഒക്കെ ഒരുപാട് കഥകൾ പറയുമ്പോഴും നമ്മൾ തുടങ്ങിയ ആ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഇതൊരു പൂർത്തിയായ കഥയല്ല, ഇതൊരു ഹാപ്പി എൻഡിംഗ് അല്ല, മറിച്ച് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന പൂർത്തിയാകാത്ത ഒരു പോരാട്ടമാണിത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതാണ് ആ തീരാത്ത സംഘർഷം. ഒരു സൈഡിൽ നമ്മുടെ ഭരണഘടനാ പുസ്തകത്തിൽ തരുന്ന ഗംഭീരമായ ഉറപ്പുകൾ, പക്ഷെ മറ്റേ സൈഡിലോ ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ അനുഭവിക്കുന്ന സാമൂഹികമായ ഒറ്റപ്പെടുത്തലിന്റെയും അക്രമത്തിന്റെയും അക്കൈപ്പേറിയ യാഥാർത്ഥ്യം. ഇത് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് വലിയൊരു ചോദ്യത്തിന് മുന്നിലാണ് കൊണ്ടുനിർത്തുന്നത്. ഒരു ഭരണഘടന ഇത്രയധികം അവകാശങ്ങൾ ഉറപ്പുതരുമ്പോൾ അതൊക്കെ യാഥാർത്ഥ്യമാക്കേണ്ടത് ശരിക്കും ആരുടെ ഉത്തരവാദിത്തമാണ്? സർക്കാരിന്റെ മാത്രമാണോ, അതോ കോടതികളുടെയാണോ? അതുമല്ലെങ്കിൽ അനീതി കാണുമ്പോൾ ശബ്ദമുയർത്തുന്ന ഈ സിവിൽ സമൂഹത്തിന്റെയാണോ? ഒരുപക്ഷേ അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം കൂടിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.